ഒക്ടോബർ 19 രാവിലെ 9 മണി. ലോക പ്രശസ്തമായ പാരീസിലെ ലൂവ്ർ മ്യൂസിയം പതിവ് പോലെ തുറക്കുന്നു. കാണികൾ മൊണാലിസ പോലെയുള്ള വിലമതിക്കാനാകാത്ത പെയിന്റിങ്സും മറ്റ് ട്രഷേഴ്സുമൊക്കെ ആസ്വദിക്കുന്നു. സമയം ഇപ്പോൾ 9:30. ലൂവ്ർ മ്യൂസിയത്തിന്റെ ഒരു പ്രധാന ഭാഗമായ അപ്പോളോ ഗാലറി. വിലമതിക്കാനാകാത്ത ഫ്രഞ്ച് ക്രൗൺ ജുവൽസും മറ്റ് റോയൽ ട്രഷേഴ്സും ഒക്കെയാണ് ഇവിടെയുള്ളത്. സെയിൻ നദി നോക്കി സ്ഥിതി ചെയ്യുന്ന അപ്പോളോ ഗാലറിയിലേക്കാണ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ വേഷമിട്ട് 4 മോഷ്ടാക്കൾ എത്തിയത്. കൃത്യമായ പ്ലാനിങ്ങും പ്രിപ്പറേഷനും ടൈമിങ്ങും വേണ്ടുന്ന ഒരു ഹൈസ്റ്റ്. ദിവസങ്ങൾക്ക് മുന്നേ മോഷ്ടിച്ച ഒരു ബക്കറ്റ് ലിഫ്റ്റ് ഉപയോഗിച്ചാണ് അവർ അപ്പോളോ ഗാലറിയുടെ ബാൽക്കണിയിലേക്ക് എത്തിയത്. അപ്പോളോ ഗാലറിയുടെ ഒരു വിൻഡോ ഡിസ്ക് കട്ടർ കൊണ്ട് കട്ട് ചെയ്ത് അവരകത്ത് കയറി. അവിടെ വന്ന കാണികളെ വളരെ വേഗം ഭീതിയിലാക്കി അവർ പണി തുടങ്ങി. അപ്പോളോ ഗാലറിയിലെ 2 ഡിസ്പ്ലേ കേസസ് തകർത്ത് 9 ഫ്രഞ്ച് ക്രൗൺ ജ്വല്ലറി പീസസ് ആണ് അവർ മോഷ്ടിച്ചത്. ഏകദേശം 8,900 കോടി ഇന്ത്യൻ രൂപ വില വരുന്ന ജ്വല്ലറി പീസസ് ആണ് അവർ കൈക്കലാക്കിയത്. കൃത്യം നടത്തിയ ശേഷം ലൂവ്ർ മ്യൂസിയത്തിന്റെ അലാറത്തിന്റെ ഇടയിലൂടെ അതേ ബക്കറ്റ് ലിഫ്റ്റിൽ താഴെ ഇറങ്ങിയ അവർ സ്കൂട്ടറുകളിലായാണ് രക്ഷപ്പെട്ടത്. ഇതിനിടെ അവരുടെ കയ്യിൽ നിന്ന് പോയ ഇംപീരിയൽ ക്രൗൺ മാത്രമാണ് മ്യൂസിയത്തിന് റിക്കവർ ചെയ്യാൻ സാധിച്ചത്. മോഷണം കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും ഫ്രഞ്ച് പോലീസിന് ഇപ്പോഴും ഒരു തുമ്പ് പോലും ഇവരെക്കുറിച്ച് ലഭിച്ചിട്ടില്ല. ലൂവ്ർ മ്യൂസിയത്തിന്റെ സെക്യൂരിറ്റി വീഴ്ചകളും CCTV ബ്ലൈൻഡ് സ്പോട്ട്സും മനസ്സിലാക്കി നടത്തിയ ഈ മോഷണത്തിൽ മ്യൂസിയത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. ഈ ജുവൽസ് ഇപ്പോൾ തന്നെ ബ്ലാക്ക് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടാകുമെന്നാണ് മിക്കവരും പറയുന്നത്. എന്തായാലും ലൂവ്ർ മ്യൂസിയം ജ്വല്ലറി ഹൈസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?